ശാശുവിന്റെ വീട്ടിൽ വെച്ച് അവളുടെ നിശ്ചയം നടക്കുന്ന ദിവസമാണിന്ന്. അതിന്റെ ഇടയിലേക്ക് രാജാവിന്റെ അമ്മായി ലിംബുവിന്റെ രണ്ടാനമ്മയെയും കൂട്ടിയിട്ട് അവരെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടില്ലെന്നും പറഞ്ഞിട്ട് കയറി വരികയാണ്. എന്നിട്ട് അവരുടെ തോഴിമാരോട് ശാശുവിന്റെ മുഖത്തേക്ക് അടിക്കാൻ പറയുകയാണ്. ഉടനെ തന്നെ ശാശുവിന്റെ അമ്മയും ചീച്ചിയും കൂടെ അവരെ തള്ളി മാറ്റുകയാണ്. അവിടെ വലിയൊരു വഴക്ക് നടക്കാൻ നിൽക്കുമ്പോൾ തന്നെ അമ്മായി പറയും, ആരെ എന്നെ തടയാൻ വരുന്നത് ഞാൻ നോക്കട്ടെ, ഇവളെ ഞാൻ ഇന്ന് ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാറാണി അവിടേക്ക് കയറി വരികയാണ്. അവരുടെ എല്ലാവരുടെയും മുഖം കാക്കാൻ വേണ്ടി റാണി ഒരു റൂം ചോദിക്കുകയാണ് ശാശുവിന്റെ അമ്മയോട്. അവളുടെ അമ്മ റാണിയെയും അമ്മായിയെയും ലിംബിയുടെ രണ്ടാനമ്മയും ശാശുവിനെയും കൂടെ റൂമിലിട്ട് വാതിലടക്കുകയാണ്. കിട്ടിയ അവസരം മുതലാക്കി അമ്മായി റാണിയെ ഒരുപാട് താഴ്ത്തി കെട്ടാൻ നോക്കുമ്പോൾ രണ്ടാം മഹാറാണിയും രാജാവും ലിംബോയും കൂടെ അവരുടെ രക്ഷകെത്തുകയാണ്. ഒപ്പം രാജാവിന്റെ അമ്മാവനും ഉണ്ടാവും. തനിക്ക് ഇനിയും തന്റെ ഭാര്യയെ സഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് രാജാവിന്റെ മുമ്പിൽ പൊട്ടിക്കറിയുമ്പോൾ രണ്ടാം മഹാറാണി അമ്മായിയെ അമ്പലത്തിലേക്ക് പറഞ്ഞേക്കാൻ ലിംബോയോട് പറയുക. ലിംബോയുടെ രണ്ടാനമ്മയോട് വീട്ടിൽ നിന്നും ഇനി പുറത്തിറങ്ങരുത് എന്ന് രാജാവ് വാണിംഗ് കൊടുക്കുകയാണ്. അങ്ങനെ രണ്ടുപേരെയും അവിടെ നിന്നും വലിച്ചു കൊണ്ടുപോവുകയാണ്.